ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. ഞാനിന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് അത് ഇച്ചിരി കിളിച്ചതായിരുന്നു. എന്നാലും സാരമില്ല. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന് ഉപ്പില്ലേലും എരിവില്ലേലും പുളിയില്ലെങ്കിലും എന്തെങ്കിലും പുളിയിടത്തില്ലല്ലോ സാധാരണ, ചുമ്മാ ഒരു പഞ്ചിന് പറഞ്ഞാണേ. എന്തില്ലെങ്കിലും ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി കഴിക്കും. കാരണം എനിക്ക് കൊച്ചിലെ മുതലേ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് 5ാം ക്ലാസ് 6ാം ക്ലാസ് ആവുന്നത് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പഠിച്ച ഒരു കറിയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന കറി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇഷ്ടമുള്ളവരൊക്കെ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓരോരുത്തരും ഓരോ സ്റ്റൈലുണ്ട്, ഓരോരുത്തർക്ക് ആ സ്റ്റൈലിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് മാത്രമല്ല കുറച്ച് സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്നാലേ എനിക്ക് ആ ഒരു ഫുൾഫിൽനെസ് എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഞാൻ ആദ്യം എണ്ണ ഒഴിക്കില്ല, കാരണം ഇത് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇടുകയല്ല കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞിട്ട് ആ ഒരു പാനിൽ തന്നെ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ് കേട്ടോ. എന്തിട്ടാലും ഒരു എണ്ണ ഒഴിച്ച് മാത്രം ഉണ്ടാക്കിയാലും ഉരുളക്കിഴങ്ങ് മെഴുക്ക് സൂപ്പറാണ്. പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കത്തുള്ളൂ. ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ പാം ഓയിലും വേറെ ഓയിലുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അതിനെ കുറച്ച് നേരം അടച്ചു വെച്ചു. കാരണം അടച്ചു വെച്ചാൽ ആ കിഴങ്ങുകളൊക്കെ ഒന്ന് വേവുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകം ഞാൻ പറയാം, വെള്ളം ഒഴിച്ച് ഞാൻ കിഴങ്ങ് മെഴുക്കോട്ട് ഉണ്ടാക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. കിഴങ്ങ് ഉടഞ്ഞു പോകും. പിന്നെ കുറച്ച് കറിവേപ്പില നോക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ട കേട്ടോ. എപ്പോഴും ഞാൻ കറിവേപ്പിലൊന്നും ഇടാറില്ല. പിന്നെ അപ്പോൾ നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ ഒരു രൂപമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഞാനിതിൻ്റെ മുളക് കുറച്ചാണ് ഇട്ടേക്കുന്നത് പിള്ളേർക്കൂടെ കഴിക്കാനായിട്ട്. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇട്ട് ഇച്ചിരി ടേസ്റ്റി ആവും. അപ്പോൾ ഓക്കെ, ടാറ്റാ.